നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള വാഹന പരിശോധനയ്ക്കിടെ വനിതാ എസ്ഐ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ മദ്യപ സംഘത്തിന്റെ ആക്രമണം. 2 എസ്ഐമാർ ഉൾപ്പെടെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഇവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ആക്രമണം നടത്തിയ സൈനികനടക്കമുള്ള 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഴ ശക്തമായതോടെ തൃശൂർ KSRTC സ്റ്റാൻഡ് ചളിക്കുളമായി. കാലുകുത്താൻ പോലും കഴിയാത്ത അവസ്ഥയിൽ യാത്രക്കാർ ദുരിതത്തിൽ. ബസ് കയറണമെങ്കിൽ ചളിവെള്ളത്തിൽ ചവിട്ടുകയല്ലാതെ മറ്റു മാർഗങ്ങളിലെന്ന് യാത്രക്കാർ. ശക്തമായ മഴയിലും കാറ്റിലും കോട്ടായിയിൽ മരം വീണ് വീട് തകർന്നു. വാണിയംകുളം ത്രാങ്ങാലിയിൽ മുല്ലയ്ക്കൽ കറുപ്പന്റെ കുടുംബത്തെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കറുപ്പന്റെ വീടിന്റെ അപേക്ഷ നഷ്ടപ്പെട്ടെന്ന കോൺഗ്രസ് BJPയുടെയും പ്രചരണങ്ങൾ കള്ളമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശ്രീജ. കറുപ്പൻ ലൈഫ് പദ്ധതിയിൽ എഗ്രിമെന്റ് വച്ചതായും K. ശ്രീജ. അറ്റകുറ്റപ്പണികൾക്കായി ഇലക്ട്രിക് പോസ്റ്റിൽ കയറിയ KSEB കരാർ ജീവനക്കാരൻ തലകറക്കം മൂലം പോസ്റ്റിൽ കുടുങ്ങി. തൃശൂർ ഫയർഫോഴ്സ് ജീവനക്കാരനെ സുരക്ഷിതമായി താഴെയിറക്കി. ബസ് ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടലിൽ ഒരു ജീവൻ തിരിച്ചുപിടിച്ചു. അർഹതപ്പെടാത്ത ആളുടെ കയ്യിൽ നഗരസഭാ ഭരണസമിതി അറിഞ്ഞുകൊണ്ട് പെൻഷൻ തുക വർഷങ്ങളായി നൽകുന്നു എന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. ഈ വ്യക്തിയുടെ പേരിൽ കേസ് കൊടുക്കണമെന്നും ഇതുവരെ നൽകിയ തുക പലിശ സഹിതം തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ നഗരസഭ സ്വീകരിക്കണമെന്നും P. വേണുഗോപാൽ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി ഓഫീസ് സമുച്ചയങ്ങളുമുള്ള പറളി ചന്തപുരയിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തതിനാൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നതായും റോഡ് മുറിച്ചു കടക്കാൻ കഴിയാതെ വിദ്യാർത്ഥികളും മുതിർന്നവരും പാടുപെടുന്നതായും പ്രദേശവാസികൾ. പാലക്കാട്ട് പ്രവർത്തിക്കുന്ന ആശുപത്രി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന വിഷയത്തിൽ ഇടപെട്ട് പുതുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കൾ ഇമേജ് ആശുപത്രി മാലിന്യ സംസ്കരണ പ്ലാന്റിലെത്തി ചർച്ച നടത്തി കത്ത് നൽകി. വിഷയത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ജാഗ്രത പുലർത്തണമെന്നും ആവശ്യം. ഇമേജിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നൂതന സാങ്കേതിക വിദ്യയിൽ വികസിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. വാർത്തകൾ വിശദമായി. പാലക്കാട് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള വാഹന പരിശോധനയ്ക്കിടെ വനിതാ SI ഉൾപ്പെടെയുള്ളവർക്ക് നേരെ മദ്യപ സംഘത്തിന്റെ ആക്രമണം. 2 SIമാർ ഉൾപ്പെടെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഇവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ആക്രമണം നടത്തിയ സൈനികനടക്കമുള്ള 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പയറ്റംകുന്നം പഴമ്പുള്ളിയിൽ ഇന്നലെ വൈകിട്ട് 6:15 സംഭവം. പ്രധാന പ്രതി റാഞ്ചിയിൽ ജോലി ചെയ്യുന്ന ലീവിനു നാട്ടിലെത്തിയ സൈനികനും മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ തൃക്കളൂർ സ്വദേശിയുമായ ജിനേഷ്, സുഹൃത്തുക്കളായ തൃക്കാളൂർ സ്വദേശികളായ രഞ്ജിത്ത്, അനീഷ്, അരിയൂർ സ്വദേശി പ്രവീൺ എന്നിവരാണ് പിടിയിലായത്. ഹേമാംബിക നഗർ പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ SI S. സുദർശന, SI ജോൺ സേവ്യർ, സീനിയർ CPO രജീഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ലഹരിക്കടത്തു തടയുന്നതിന്റെ ഭാഗമായി വാഹനങ്ങൾ പരിശോധിക്കുന്നതിനിടെ കാറിലെത്തിയ പ്രതികൾ പരിശോധന ചോദ്യം ചെയ്ത് പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. വാഹനം കൈകാട്ടി നിർത്തിച്ചു പരിശോധന നടത്തിയ ജോൺ സേവ്യറിനെയാണ് ആദ്യം ആക്രമിച്ചത്. പിൻസീറ്റിൽ ഇരിക്കുകയായിരുന്ന ജിനേഷ് ഇദ്ദേഹത്തിന്റെ മുഖത്തടിച്ചു, കണ്ണട അടിച്ചു പൊട്ടിച്ചു. തടയാൻ ചെന്നപ്പോഴാണ് വനിതാ SI ഉൾപ്പെടെയുള്ളവർക്കു നേരെ ആക്രമണമുണ്ടായത്. ഇതിനിടെ ഒരു പ്രതി സേവ്യറിന്റെ കഴുത്തിൽ ചവിട്ടി ഞെരിച്ചതായും പോലീസ് പറഞ്ഞു. പോലീസ് സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന ഹോംഗാർഡ് വിവരം നൽകിയതോടെ സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ ഉദ്യോഗസ്ഥരെത്തിയാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികൾ മദ്യപിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. ഇവരെ പരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. സംഭവത്തിൽ ജോലി തടസ്സപ്പെടുത്തിയതിനും വനിതാ SIയെ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചതിനും അസഭ്യം പറഞ്ഞതിനും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്യും. നടത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു വാഹനം വന്നു, കാറ് കൈകാണിച്ച് നിർത്തി. അതിലുള്ളവരെ പരിശോധിക്കാൻ ശ്രമിച്ച സമയത്ത് ഇയാൾ വാഹനത്തിൽ നടക്കുന്ന ആൾ ഗാഡി ഇറങ്ങിയിട്ട് എൻ്റെ ഈ ഭാഗത്ത് അടിച്ചു കൈകൊണ്ട്. എനക്കൊന്നും എന്നെ ചെക്ക് ചെയ്യാൻ അധികാരമില്ല എന്ന് പറഞ്ഞിട്ടാണ് അടിക്കുന്നത്. അടിയോടുകൂടി ഞാൻ മറിഞ്ഞു വീഴാൻ പോയി. അപ്പോഴത്തേക്ക് എൻ്റെ കൂടെയുള്ളവരെന്നെ താങ്ങി പിടിച്ചു. പിന്നെ അവനെ മതിയായ ബലപ്രയോഗം നടത്തി വണ്ടി കയറ്റി. ഞാൻ നടുവിലത്തെ സീറ്റിലൂടെ വന്നിരുന്നപ്പോൾ അവൻ അവൻ്റെ കാല് വെച്ചിട്ട് കഴുത്തിൽ ചവിട്ടി സീറ്റിനോട് ചേർത്ത് വെച്ചു. എനിക്ക് ശ്വാസമൊക്കെ പോയി. അവരാണ് ഓടി വന്നിട്ട് പിന്നെ എന്നെ രക്ഷപ്പെടുത്തി എടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട്ടുള്ള ആശുപത്രി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പുതുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ ഇമേജ് ആശുപത്രി അധികൃതർക്ക് കത്ത് നൽകി. മാനേജ്മെന്റുമായി ചർച്ച നടത്തിയ ശേഷമാണ് കത്ത് നൽകിയത്. ഇമേജിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ
നൂതന സാങ്കേതിക വിദ്യയിൽ വികസിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇമേജ് ആശുപത്രി മാലിന്യ സംസ്കരണ പ്ലാന്റിലെത്തി മാനേജ്മെന്റുമായി ചർച്ച നടത്തിയാണ് പൂശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ കത്ത് നൽകിയത്. കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ മൂലം വായു ജലം മലിനമാകുകയും മഴക്കാല രോഗങ്ങൾ വ്യാപിക്കാനും കാരണമാകും. കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യേണ്ടത് ഇമേജ് നടത്തിപ്പുകാരുടെ ബാധ്യതയാണ്. ആശുപത്രി മാലിന്യ സംസ്കരണത്തിന് ആശുപത്രികളിൽ തന്നെ സംവിധാനമുണ്ടാവണം. അലക്ഷ്യമായി മാലിന്യങ്ങൾ കൊണ്ടുവരുന്ന രീതി അവസാനിപ്പിക്കണം. ഇമേജിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നൂതന സാങ്കേതിക വിദ്യയിൽ വികസിപ്പിക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. പൂശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ നേതൃത്വത്തിലായിരുന്നു ചർച്ച നടത്തി കത്ത് നൽകിയത്. അവരുമായി സംസാരിച്ചതിൻ്റെ ബേസിൽ 1.5 മാസത്തിൻ്റെ അകം ഇതിൽ മാക്സിമം ക്ലിയർ ചെയ്ത് പൊതുജനങ്ങൾക്കോ മറ്റുള്ള തൊഴിലാളികൾക്കോ യാതൊരുവിധ രോഗങ്ങളും നഷ്ടങ്ങളും ഇല്ലാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്തെടുക്കാം. 2 മിഷ്യൻ എൻ്റെ പേര് ഇൻസുലേറ്റർ 2 എണ്ണം തകരാറായി 2 മാസം നിന്നതിൻ്റെ പേരിലുള്ള തകരാറാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്ത് എളുപ്പം ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നേതാക്കളായ PB ഗിരീഷ്, N നന്ദകുമാർ, കൃഷ്ണനുണ്ണി, മുരളീധരൻ തുടങ്ങിയവരും പങ്കെടുത്തു. 2 ഇൻസിനേറ്ററുകൾ തകരാറിലായി 3 മാസത്തോളം അറ്റകുറ്റപ്പണി നടത്താൻ കഴിയാത്തത് IMAയുടെ ഭാഗത്തുനിന്നുമുള്ള വീഴ്ചയാണെന്ന് ഇമേജ് മാനേജ്മെന്റ് സമ്മതിക്കുകയും എത്രയും പെട്ടെന്ന് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ മുഴുവനായി നീക്കം ചെയ്യാമെന്ന് നേതാക്കൾക്ക് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മഴ ശക്തമായതോടെ ചെളിക്കുളമായി തൃശൂർ KSRTC ബസ് സ്റ്റാൻഡ്. കാലുകുത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തിയതോടെ യാത്രക്കാർ കടുത്ത ദുരിതത്തിലാണ്. ബസ് കയറണമെങ്കിൽ ചളിവെള്ളത്തിൽ ചവിട്ടുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡ് കുളത്തിനു സമമാണ്. ഇതിലൂടെ നടന്നു വേണം യാത്രക്കാർക്ക് ബസ്സിൽ കയറാൻ. മാത്രമല്ല, പുതിയ ബസ് ടെർമിനൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ചതോടെ യാത്രക്കാർക്ക് ഇരിക്കാനും നിൽക്കാനും സ്ഥലമില്ലാതിരിക്കുകയാണ്. ആകെയുള്ള സ്ഥലത്ത് വെള്ളം കൂടി നിറഞ്ഞതോടെ യാത്രക്കാർക്ക് ദുരിതം മാത്രം. മഴ പെയ്താൽ കയറി നിൽക്കാൻ സുരക്ഷിതമായ കാത്തിരിപ്പ് കേന്ദ്രമില്ല. താൽക്കാലികമായി ഷീറ്റുകൾ വെച്ച് നിർമ്മിച്ചിട്ടുള്ള കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ശക്തമായ കാറ്റോ മഴയോ ഉണ്ടായാൽ നനയുക അല്ലാതെ മറ്റു നിവൃത്തിയില്ല. കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യാൻ എത്തുന്ന കുടുംബങ്ങൾക്കും സ്ത്രീകൾക്കും ദുരിതം ഇരട്ടിയാണ്. താൽക്കാലികമായിട്ടെങ്കിലും കുഴികളടച്ച് വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് അടിച്ചുവീശിയ കാറ്റിലും മഴയിലും മരം കടപുഴകി വീണ് വീട് തകർന്നു. കോട്ടായി പെരുങ്കുളങ്ങര മണ്ഡലക്കാട് പടിഞ്ഞാറേ വീട്ടിൽ മോഹനന്റെ ഓടിട്ട വീടിനു മുകളിലാണ് തൊട്ടടുത്ത വളപ്പിലെ ഈറൻപന കടപുഴകി വീണത്. ആളഭയമില്ല. വാണിയംകുളം ത്രാങ്ങാലി മുല്ലയ്ക്കൽ കറുപ്പന്റെ കുടുംബത്തിനെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കോൺഗ്രസും BJPയും കള്ളപ്രചരണങ്ങൾ നടത്തുകയാണെന്നും വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശ്രീജ പറഞ്ഞു. ഇവരുടെ വീടിന്റെ അപേക്ഷ നഷ്ടപ്പെട്ടു എന്ന പ്രചരണം ശരിയല്ലെന്നും ലൈഫ് പദ്ധതിയിൽ കറുപ്പൻ എഗ്രിമെന്റ് വച്ചതായും പ്രസിഡന്റ് പറഞ്ഞു. രാഷ്ട്രീയം നോക്കിയല്ല ഭരണസമിതി തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും തങ്ങൾ ജനങ്ങൾക്കൊപ്പമാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. കുടുംബം അർഹതാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് മുന്നിൽ കണ്ട കോൺഗ്രസും BJPയും കള്ളപ്രചരണങ്ങൾ നടത്തുകയാണ്. പഞ്ചായത്ത് വീട് നൽകില്ലെന്നും ഇവരുടെ വീടിനായി അപേക്ഷിച്ച രേഖകൾ നഷ്ടപ്പെട്ടുവെന്നുമാണ് കോൺഗ്രസ് BJP പാർട്ടിക്കാരുടെ ആരോപണം. എന്നാൽ ലൈഫ് പദ്ധതിയിൽ കറുപ്പൻ എഗ്രിമെന്റ് വെച്ചതായും സർക്കാർ ഫണ്ട് വരുന്ന മുറയ്ക്ക് 1ാം ഗഡു വിതരണം ചെയ്യുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് K. ശ്രീജ അറിയിച്ചു. കറുപ്പന്റെ വീടുമായി ബന്ധപ്പെട്ട പരാതിയിലും നമ്മൾ പരിശോധിച്ചു. ഒരു ലിസ്റ്റിലുള്ളവരെ അല്ലെങ്കിൽ PMAY എന്താണ് അവർ ലിസ്റ്റിൽ പെടാത്തതെന്ന് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അവർ PMAY ലിസ്റ്റിലും ലൈഫ് ലിസ്റ്റിലും ഉൾപ്പെട്ട ആളായിരുന്നു. അപ്പോൾ PMAY ലിസ്റ്റിൽ അവർക്ക് പൈസ കിട്ടാത്തത്, ഗഡു കിട്ടാത്തത് കാരണമാണ് അവരെ ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം എന്തെങ്കിലും കാരണവശാൽ ലിസ്റ്റിൽ പെടാത്തവരുണ്ടോ എന്ന് പരിശോധിക്കുകയും അതിൻ്റെ ഭാഗമായി പരിശോധിച്ചപ്പോഴാണ് ഇവർക്ക് അർഹതപ്പെട്ടിട്ടും ഇവർക്ക് പൈസ കിട്ടാത്തത് എന്താണെന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. PMAYയുടെ ആദ്യത്തെ ഗഡു കേന്ദ്രത്തിൽ നിന്ന് വരേണ്ടത് വന്നിട്ടില്ല, അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലൈഫ് ലിസ്റ്റിൽ അവരെ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചതും ലൈഫ് ലിസ്റ്റിൽ അവരുടെ പേരുണ്ട്, ലൈഫ് ലിസ്റ്റിൽ എഗ്രിമെൻറ്റ് വെക്കാൻ വേണ്ടി തീരുമാനിപ്പിച്ചതും. അതിനുവേണ്ടി ജനുവരി മാസത്തോടു കൂടി നമ്മൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ മുല്ലയ്ക്കൽ കറുപ്പൻ ഏറ്റവും അർഹതപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടി അവരെ വിളിക്കുകയും BO ഓഫീസിൽ നിന്ന് വിളിക്കുകയും ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പലതവണ വിളിച്ചിട്ടും അവർ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അവർ വന്നത് മാർച്ച് മാസം അവസാനത്തോടു കൂടിയിട്ടാണ്. അത് കഴിഞ്ഞ് മെയ് മാസത്തിലാണ് അവർ എഗ്രിമെൻറ്റ് വെച്ചത്. ഏറ്റവും അർഹതപ്പെട്ട കുടുംബം എന്നുള്ള നിലയ്ക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ അവർക്ക് ആദ്യ ഗഡു
ഇനി ഫണ്ട് വരുന്ന മുറയ്ക്ക് അവർക്ക് ആദ്യം വീട് കൊടുക്കാൻ വേണ്ടിയിട്ടും പഞ്ചായത്ത് തീരുമാനം എടുത്തിട്ടുണ്ട്. വാണിയംകുളം ത്രാങ്കാലിയിൽ പ്ലാസ്റ്റിക് മേഞ്ഞ വീട്ടിലാണ് കറുപ്പനും ഭാര്യ മഞ്ജുള അടങ്ങുന്ന കുടുംബത്തിന്റെ താമസം. വീടിനായി കറുപ്പൻ മുന്നേ പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ PAMY ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു. PMAY ഉൾപ്പെട്ടതിനാൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അപേക്ഷ വിട്ടു. ഒന്നാം ഗഡു നൽകേണ്ടത് കേന്ദ്രമാണ്. എന്നാൽ ഇതുവരെയായിട്ടും അത് ലഭിച്ചില്ല. കുടുംബത്തിന്റെ ദുരിതം കണ്ട് വാണിയംകുളം പഞ്ചായത്ത് ഭരണസമിതി PMAY ലൈഫ് പദ്ധതിയിലും ഉൾപ്പെടുത്തിയതിനാൽ ഇവരെ ലൈഫ് പദ്ധതിയിൽ തന്നെ നിലനിർത്തി. ഇതിനായി എഗ്രിമെന്റ് വയ്ക്കാൻ ജനുവരി 15 മുതൽ കുടുംബത്തെ വിളിക്കാൻ തുടങ്ങിയതാണ്. എന്നാൽ മാർച്ച് മാസം അവസാനത്തിലാണ് എത്തിയത്. മെയ് മാസം അവസാനത്തോടെ എഗ്രിമെന്റ് വെച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് വരുന്ന മുറയ്ക്ക് ഒന്നാം ഗഡുവായ 40,000 രൂപ നൽകും. 4 ലക്ഷം രൂപയാണ് വീട് നിർമ്മിക്കുന്നതിനായി ലൈഫ് പദ്ധതി നൽകുന്നത്. ഫണ്ട് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കാനുള്ള നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. കൃഷ്ണകുമാർ അറിയിച്ചു. ത്രാങ്ങാലി ശ്രീ കറുപ്പന്റെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ BJPയും കോൺഗ്രസും പടച്ചുവിടുന്നത് അരാഷ്ട്രീയവും അതുപോലെ തന്നെ അവാസ്തവവുമായ ഒരു പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ശ്രീ കറുപ്പൻ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്താവായി എഗ്രിമെന്റ് വെച്ച് ഫണ്ട് വരുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണ്. മെയ് മാസത്തിലാണ് എഗ്രിമെന്റ് വെച്ചത്. ജനുവരി മാസത്തിൽ VO വിളിച്ച് മാർച്ച് മാസത്തിലാണ് അവർ VO ഓഫീസുമായി ബന്ധപ്പെട്ടത്. 2.5 വർഷം മുമ്പ് വരെ രേഖകൾ കൃത്യമല്ലായിരുന്നു. 2.5 വർഷമായിട്ടാണ് അവരുടെ രേഖകൾ കൃത്യമായി അവർ PMAY എഗ്രിമെന്റ് വെച്ച് കാത്തിരിക്കുന്നത്. വാണിയംകുളം പഞ്ചായത്ത് ഭരണസമിതി എന്നും ജനപക്ഷത്താണെന്നും രാഷ്ട്രീയം നോക്കിയല്ല ഇവിടെ വികസനങ്ങൾ നടത്തുന്നതെന്നും മുൻപ് വീട് നൽകിയ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഇപ്പോൾ BJPയുടെയും കോൺഗ്രസിന്റെയും നേതാക്കൾ കുടുംബത്തെ സന്ദർശിച്ച് ഫോട്ടോ എടുക്കുന്നു, ദൃശ്യമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു, വാഗ്ദാനങ്ങൾ നൽകുന്നു. കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാനോ മറ്റു സഹായങ്ങളോ നൽകുന്നതിനോ തയ്യാറല്ല. ഇവരുടെ തട്ടിപ്പ് ജനങ്ങൾ മനസ്സിലാക്കും. തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാതെയും ഇവരുടെ കള്ളപ്രചരണങ്ങൾ കാറ്റിൽ പറത്തിയാണ് ജനങ്ങൾ വീണ്ടും വൻ ഭൂരിപക്ഷത്തോടെ തങ്ങളെ അധികാരത്തിലെത്തിച്ചതെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി ഭരണസമിതി മുന്നോട്ടു പോകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് K. ശ്രീജ, വൈസ് പ്രസിഡന്റ് K. കൃഷ്ണകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഒരു രാഷ്ട്രീയവും നോക്കാതെയാണ് ലൈഫായാലും PMAY ആണെങ്കിലും മറ്റു വികസന പ്രവർത്തനങ്ങളാണെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. വാണിയംകുളം പഞ്ചായത്തിൽ തന്നെ ഇഷ്ടംപോലെ BJPയുടെയും കോൺഗ്രസിൻ്റെയും അനുഭാവികൾക്ക് വീട് കൊടുത്തിട്ടുള്ള ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞ വർഷത്തെ ഭരണസമിതി. അതുകൊണ്ട് ഭരണസമിതിക്കെതിരായും മറ്റുള്ളവർക്കെതിരായിട്ടും നടത്തുന്ന ഇത്തരം വാർത്തകൾ അവാസ്തവമാണെന്നും ജനങ്ങൾ തള്ളിക്കളയുമെന്നാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അറ്റകുറ്റപ്പണികൾക്കായി ഇലക്ട്രിക് പോസ്റ്റിൽ കയറിയ കരാർ ജീവനക്കാരൻ തലകറക്കം മൂലം പോസ്റ്റിൽ കുടുങ്ങി. തൃശൂർ ഫയർഫോഴ്സ് എത്തി ജീവനക്കാരനെ സുരക്ഷിതമായി താഴെയിറക്കി. KSEB കരാർ ജീവനക്കാരനായ അരുണാണ് തലകറങ്ങി പോസ്റ്റിൽ കുടുങ്ങിയത്. ഫയർഫോഴ്സ് എത്തുന്നതുവരെ സഹപ്രവർത്തകർ പോസ്റ്റിൽ കയറി അരുണിനെ താഴേക്ക് വീഴാതെ സുരക്ഷിതമായി പിടിച്ചിരുത്തി. തൃശൂർ പാണഞ്ചേരി മഞ്ഞക്കുന്നിൽ ആയിരുന്നു സംഭവം. ബസ് ജീവനക്കാരുടെ ഇടപെടലിൽ ഒരു ജീവൻ തിരിച്ചുകിട്ടി. തൃശ്ശൂരിൽ നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സിൽ ചെറുതുരുത്തിയിലെത്തിയതോടെ ബസ് യാത്രക്കാരനായ യുവാവ് കുഴഞ്ഞു വീണു. ബസ് ജീവനക്കാർ ഇയാളെ ചെറുതുരുത്തി സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ചെറുതുരുത്തി സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പട്ടാമ്പിൽ നിന്നും തൃശൂരിലേക്ക് ടിക്കറ്റ് എടുത്ത യുവാവിനാണ് പ്രയാസം അനുഭവപ്പെട്ടത്. പ്രിയദർശിനി ബസ് ജീവനക്കാരനായ ഡ്രൈവർ വർഗീസ്, കണ്ടക്ടർ രാജീവും യാത്രക്കാരും ചേർന്നാണ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. എത്തിയ രോഗിക്ക് ഡോക്ടർ ഹർഷ പ്രാഥമിക ചികിത്സ നൽകിയാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അർഹതപ്പെടാത്ത ആളുടെ കയ്യിൽ ഷൊർണൂർ നഗരസഭാ ഭരണസമിതി അറിഞ്ഞുകൊണ്ടാണ് പെൻഷൻ വർഷങ്ങളായി നൽകിയതെന്ന് ആരോപണമായി BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ പറഞ്ഞു. ഈ വ്യക്തിയുടെ പേരിൽ കേസ് നൽകാനും ഇതുവരെ നൽകിയ പണം പലിശ സഹിതം തിരിച്ചുപിടിക്കാനും നഗരസഭ തയ്യാറാകണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് ഷൊർണൂർ നഗരസഭയിൽ അയോഗ്യതയിലും സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നു എന്ന് കണ്ടെത്തിയത്. ഷൊർണൂർ കണയം പയ്യനേടി വീട്ടിൽ P. രാജനെതിരെയാണ് നഗരസഭ റിപ്പോർട്ട് തേടിയത്. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസ് റദ്ദാക്കിയതായും കണ്ടെത്തി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇയാൾ കൈപ്പറ്റുന്നുണ്ട് എന്നാണ് പരാതി. രാജൻ പെൻഷൻ ലഭിക്കുന്നതിനായി ഷൊർണൂർ വില്ലേജ് 2 ഓഫീസിൽ നിന്നും പ്രതിവർഷം വരുമാനം 60,000 രൂപയാണെന്ന് കാണിച്ച് വരുമാന സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസ് നടത്തിയ പരിശോധനയിലാണ് സമർപ്പിച്ച ബാങ്ക് ഇടപാട് റിപ്പോർട്ടും പ്രതിവർഷ വരുമാനവും പൊരുത്തപ്പെടാതെ വന്നത്. ഷൊർണൂർ 2 വില്ലേജ് ഓഫീസിൽ നിന്നായിരുന്നു സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയത്.
മറ്റു വരുമാന വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നും സത്യവാങ്മൂലം മാത്രമേ പരിഗണിച്ചിരുന്നുള്ളൂ എന്നുമാണ് ഷൊർണൂർ വില്ലേജ് 2 നൽകിയ മറുപടി. അർഹതപ്പെടാത്ത ആളുകളുടെ കയ്യിൽ ഷൊർണൂർ നഗരസഭ ഭരണസമിതി അറിഞ്ഞുകൊണ്ടാണ് പെൻഷൻ വർഷങ്ങളായി നൽകിയതെന്ന് ആരോപണവുമായി BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ പറഞ്ഞു. ഈ വ്യക്തിയുടെ പേരിൽ കേസ് നൽകാനും ഇതുവരെ നൽകിയ പണം പലിശ സഹിതം തിരിച്ചുപിടിക്കാനും നഗരസഭ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വിഷയം ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് മുനിസിപ്പാലിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ഈ വിഷയം ചർച്ചയ്ക്ക് വന്ന സമയത്ത് ഇനി മുതൽ കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു ബാലിശമായുള്ള നിലപാടാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എടുത്തത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള BJPയുടെ പ്രതിനിധി, ഇവിടുത്തെ കൌൺസിലർ അതിനെതിരെ വിയോജനക്കുറിപ്പ് കൊടുക്കുകയും ഈ ഗവൺമെന്റിനെ അല്ലെങ്കിൽ സംവിധാനത്തെ കബളിപ്പിച്ചുകൊണ്ട് പണം കൈപ്പറ്റിയ ആളുടെ പേരിൽ നടപടിയെടുക്കാനും ഇതുവരെ കൊടുത്ത പൈസ തിരിച്ചുപിടിക്കാനും വേണ്ടിയിട്ടുള്ള കുറിപ്പ് കൊടുക്കുകയുണ്ടായി. എന്നാൽ അത് അതേപോലെ തന്നെ കൌൺസിൽ വയ്ക്കാൻ വേണ്ടിയിട്ടും നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. എന്നാൽ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതിന് തയ്യാറാവാതെ അവരുടെ മാത്രം തീരുമാനപ്രകാരമായി അത് കൌൺസിലിലേക്ക് കൊടുക്കാൻ തയ്യാറായതുമില്ല. മാത്രമല്ല ഇനി മുതൽ കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു നിലപാടിൽ മാത്രം നിൽക്കുക. ഇവിടെ ഗവൺമെന്റിന്റെ പൈസയാണ്, അത് ജനങ്ങളുടെ നികുതിയാണ്. ഇത് അർഹതപ്പെടാത്ത ഒരാളുടെ കയ്യിൽ അവരറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ്. മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം, ഇവിടെ ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇത്രയും കാലം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നു. വെസ്റ്റ് ജില്ലാ സെക്രട്ടറി K. പ്രസാദ്, മണ്ഡലം പ്രസിഡന്റ് P. രഞ്ജിത്ത്, BJP കൌൺസിലർ ഗോപകുമാർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ വില്ലേജ് ഓഫീസറാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയതും റദ്ദാക്കിയതും. അതിൽ നഗരസഭയ്ക്ക് പങ്കില്ലെന്നും ഉപാധ്യക്ഷൻ VK അനുരാജ് പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി ഓഫീസ് സമുച്ചയങ്ങളുമുള്ള പറളി ചന്തപുരയിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തതിനാൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നതായും റോഡ് മുറിച്ചു കടക്കാനാകാതെ മുതിർന്നവരും വിദ്യാർത്ഥികളും പാടുപെടുന്നതായും പരാതി. സീബ്ര ലൈൻ മാഞ്ഞുപോയിട്ട് വർഷങ്ങളായെന്നും സ്കൂൾ സോൺ എന്ന് കാണിക്കുന്ന സൂചനാ ബോർഡ് ഇല്ലെന്നും നാട്ടുകാർ പറഞ്ഞു. അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി ഓഫീസ് സമുച്ചയങ്ങളുള്ള പറളി ചന്തപുരയിൽ ആവശ്യമായ റോഡ് സുരക്ഷാ ക്രമീകരണങ്ങളില്ലാത്തതിനാൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നതായും റോഡ് മുറിച്ചു കടക്കാനാകാതെ മുതിർന്നവരും വിദ്യാർത്ഥികളും പെടാപ്പാടുപെടുകയാണെന്നാണ് പരാതി. ഏറെ ഗതാഗതത്തിരക്കുള്ള സംസ്ഥാന പാതയിൽ കോട്ടായി ഓടന്നൂർ റോഡ് സംഗമിക്കുന്ന പറളി ചന്തപുരയിൽ റോഡ് സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെയില്ല. പറളി ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, കുടുംബാരോഗ്യ കേന്ദ്രം, ഇലക്ട്രിസിറ്റി ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിലേക്ക് വാഹനമിറങ്ങുന്നത് പറളി ചന്തപുരയിൽ നിന്നാണ്. ഇവിടെ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കിടക്കാൻ അടയാളപ്പെടുത്തിയ സീബ്ര ലൈൻ മാഞ്ഞുപോയിട്ട് വർഷങ്ങളായി. സ്കൂൾ സോൺ എന്നു കാണിക്കുന്ന സൂചനാ ബോർഡുകളൊന്നും തന്നെയില്ല. ഇവിടെ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങളെ ഭേദിച്ച് റോഡ് മുറിച്ചു കിടക്കുന്നത് ജീവൻ കയ്യിൽ പിടിച്ചാണ്. അധികൃതരുടെ നിരുത്തരവാദമായ സമീപനത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പറളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS അജിത് പറഞ്ഞു. ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഞാനൊരു കളക്ടർക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്കൂൾ സോണാണ്, ഹോസ്പിറ്റൽ സോണാണ്, നിങ്ങൾക്കറിയാമല്ലോ. പട്ടാമ്പി റോഡാണ്, മെയിൻ റോഡാണ്, 4 ഭാഗം കൂടിയ റോഡാണ്. സ്കൂൾ കുട്ടികൾ കൃത്യമായി കടന്നു പോകുന്ന ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സീബ്ര ലൈനും ഈ സ്കൂൾ സോണിൻ്റെ ഒരു എംബ്ലം, അതുപോലെ ഈ അവിടെ നിന്ന് വണ്ടി, ആ ഭാഗത്തു നിന്ന് വണ്ടി വന്നതിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു ക്രോസിംഗ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ജംഗ്ഷനും അപകട സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ലെറ്റർ പാഡിൽ തന്നെ, എൻ്റെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ തന്നെ കളക്ടർക്ക് അറിയിച്ചിട്ടും യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ച് പറഞ്ഞു, അവിടെ എന്തോ ഒരു പണിക്കാരില്ല എന്നാണ് എനിക്ക് പറയുന്നത്. അത് ഞാൻ അനുബന്ധിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നാണ് പറഞ്ഞിട്ട് എനിക്കറിവ് കിട്ടിയത്. പക്ഷേ ഒരു ഒന്നിനും ഒരു പറയുന്നതിൽ ഒരു അനാസ്ഥപരമായിട്ടുള്ള കാര്യമാണ് ചെയ്തത്. കാരണം അപകടം പറ്റിയിട്ട് ഇനിയും വീണ്ടും വീണ്ടും അപകടം പറ്റിയിട്ട് അതിൽ തന്നെ ഒരു അനുശോചിച്ചിട്ടോ ബാക്കിയുള്ള എന്തെങ്കിലും ഒരു ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതും ഈ ഒരു സീബ്ര ലൈനും നടപടി എടുക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയും SBI ലൈഫും സംയുക്തമായി തൊഴിൽ മേള സംഘടിപ്പിച്ചു. നഗരസഭ ചെയർപേഴ്സൺ P. നിർമ്മല മേള ഉദ്ഘാടനം ചെയ്തു. വാർഡുകൾ തോറും വിവിധ തസ്തികകളിൽ ഫുൾ ടൈം, പാർട്ട് ടൈം വ്യവസ്ഥയിൽ നിശ്ചിത യോഗ്യതയുള്ള 65 വയസ്സിന് താഴെയുള്ള യോഗ്യതരായ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിന് വേണ്ടിയാണ് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയും SBI ലൈഫും സംയുക്തമായി ഷൊർണൂർ കൃഷിഭവൻ ഹാളിൽ തൊഴിൽ മേള സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്തു. ഒരു തൊഴിലവസരം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ റിട്ടയർഡായ അംഗൻവാടി ടീച്ചർമാർ 2 ഉണ്ട്. അവർക്കൊക്കെ ഒരു ജോലി അന്വേഷിക്കുകയാണ് അവർ. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പാർട്ട് ടൈമായി
ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ജോലി കിട്ടുമോ എന്നുള്ളതാണ് ആളുകളുടെ ഒരു പ്രശ്നം. തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിക്ക് കൂലി വളരെ കുറവാണ്. ഇതാകുമ്പോൾ അതിനനുസരിച്ച് ഇൻസെൻറ്റീവും മറ്റ് സപ്പോർട്ടൊക്കെ ഉണ്ടാവും ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന്. നല്ല രീതിയിൽ ഉപയോഗിക്കണമെന്ന് മാത്രമാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. എല്ലാവർക്കും. ചടങ്ങിൽ വൈസ് ചെയർമാൻ വി കെ അനുരാജ് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ സിന്ധു, രവീന്ദ്രൻ, വി കെ ശ്രീകൃഷ്ണൻ, കെ കൃഷ്ണകുമാർ, ബഷീർ, സീനിയർ ചെയർപേഴ്സൺ പി ജിഷ, ബാങ്ക് മാനേജർ ഗിരീഷ്, രേഷ്മ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. വയോധിക ദമ്പതികൾ സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. വാർദ്ധക്യത്തിൽ മക്കളുടെയും മരുമക്കളുടെയും പരിചരണത്തിൽ കഴിയേണ്ട ഇവർ മരുന്നിനും ഭക്ഷണത്തിനും വകയില്ലാതെ അനാഥരായി കഴിയുകയാണ്. പാലക്കാട് ജില്ലയിലെ അത്തിക്കോട് പനയൂർ നെല്ലുകുത്തുപാറ 75 വയസ്സുള്ള രാജനും 66 വയസ്സുള്ള ലക്ഷ്മിക്കുമാണ് ഈ ദുർഗതി. ഇതിനിടെ ബാങ്ക് ലോണിന്റെ പേരിൽ കൊച്ചുപുരയിടം ജപ്തിയുടെ വക്കിലുമാണ്. മരുന്നിനും ഭക്ഷണത്തിനും സുമനസ്സുകളുടെ സഹായം തേടുകയാണ് വയോധിക ദമ്പതികൾ. വാർദ്ധക്യത്തിൽ മക്കളുടെയും മരുമക്കളുടെയും പരിചരണത്തിൽ കഴിയേണ്ടതിന് പകരം അനാഥരെ പോലെ കഴിയുകയാണ് ഇവർ. പാലക്കാട് ജില്ലയിലെ അത്തിക്കോട് പനയൂർ നെല്ലുകുത്തുപാറയിൽ 75 വയസ്സുള്ള രാജനും 66 വയസ്സുള്ള ഭാര്യ ലക്ഷ്മിക്കുമാണ് ഈ ദുർഗതി. ഇതിനു പുറമെയാണ് പനയൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും എടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങി 8 സെന്റ് സ്ഥലവും കൊച്ചുകൂരയും ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്നത്. ചികിത്സയ്ക്കും ഭക്ഷണത്തിനും പണമില്ലാതിരുന്ന സാഹചര്യത്തിൽ 85,000 രൂപ ബാങ്കിൽ എങ്ങനെ തിരിച്ചടയ്ക്കാനാകുമെന്നാണ് ഈ വയോധിക ദമ്പതികൾ ചോദിക്കുന്നത്. പാലക്കാട് മുളങ്കുന്നം ഇത്രയും സ്ഥലങ്ങൾ പോയിട്ടും ഒരു ഓപ്ഷൻ ചെയ്യാനോ വേറൊന്നും പറ്റിയില്ല. പറ്റാണ്ടായ ആശുപത്രിക്കാർ ഡോക്ടർമാർ ഞങ്ങളെ പറ്റിയിട്ട് പോയത് ചെയ്യുക. ഞങ്ങൾ വെറുതെ പോയവരെ പിടിച്ച് കടത്ത് ആദ്യം കല്യാണമരിച്ചത്, അത് കഴിഞ്ഞ് ചുറ്റൂർ ഹോസ്പിറ്റൽ, അത് കഴിഞ്ഞ് പാലക്കാട്. ആ കൈയെടുത്ത കുട്ടിയാണ് ഡോക്ടറാണ് ഞങ്ങളെ പിടിച്ച് അഡ്മിറ്റ് ആക്കിയത്. അതൊന്നും ചെയ്തിട്ടും ഒരു ഫലവും കിട്ടിയില്ല. അവിടെ നിന്ന് രാഷ്ട്രീയകളെ മൂപ്പര് ഞങ്ങളെ പറ്റില്ല വേണ്ടി മുളങ്കുന്നം പോകാൻ പറഞ്ഞു. അവിടെ പോയി അവിടെയും നോക്കിയിട്ട് അവിടെയും ഒന്നുമായി. രാഷ്ട്രീയം എവിടെ പോയിട്ട് ഒന്നും കാര്യങ്ങളും നടന്നില്ല. ഇപ്പൊ ഞാൻ നോക്കാനോ വിളിക്കാനോ വേറെ സഹായിക്കാനോ ഒരു മനുഷ്യനില്ല. ഞങ്ങൾ ആരും ഇല്ലാത്തൊരു അനാഥനെ പോലെ മിണ്ടാതിരിക്കാൻ ആളുണ്ടായിട്ട് ഞങ്ങളെ നോക്കാൻ ഒരു മനുഷ്യനില്ല. കൂലിപ്പണിയെടുത്ത് വരുമാനം കൊണ്ട് ജീവിതം നയിച്ചു വന്നിരുന്ന ഇവർക്ക് അസുഖങ്ങൾ ബാധിച്ചോടെ പണിക്ക് പോകാനാവാതായി. ലക്ഷ്മിക്ക് ഇരുകാലുകളും നിവർത്തി നിൽക്കാനാകില്ല. എല്ലു തേയ്മാന രോഗം ബാധിച്ച് ഇരുകാലുകളുടെയും മുട്ടിനു താഴെ ഏകദേശം തളർന്നുപോലെയാണ്. സ്വന്തമായി എഴുന്നേറ്റ് നടക്കാനാവില്ല. വാക്കർ ഉപയോഗിച്ച് 2-3 ചൂടുവെക്കും. അതോടൊപ്പം തന്നെ പ്രഷർ, പ്രമേഹം എന്നിവയുമുണ്ട്. കാലിന്റെ കണ്ണിയിൽ ഒരു വ്രണം ഉള്ളത് 2 കൊല്ലമായിട്ടും മാറിയിട്ടില്ല. ചികിത്സയ്ക്ക് പണവുമില്ല. അനാഥരെ പോലെ കഴിയുന്ന ഈ വയോധിക ദമ്പതികൾ കരുണയുള്ള സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. ഇവരുടെ വിലാസം രാജൻ എം മണി, നെല്ലുകുത്തുപാറ, പനയൂർ, അത്തിക്കോട്, പാലക്കാട് 678552. മൊബൈൽ നമ്പർ 9744994334. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലാണ് കൃഷിഭവൻ അങ്കണത്തിൽ കാർഷിക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല ഉദ്ഘാടനം ചെയ്തു. അസാധ്യമായി പോയിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. കാലാവസ്ഥ നമുക്കറിയാം, ആക്രമണവും അതുപോലെ തന്നെ പ്രളയവും ഒക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരളവ് വരെ നമ്മൾ തന്നെയാണ് ഇതിനെ ഒരു ഉത്തരവാദികളായിട്ടുള്ളത്. ഈ കാലാവസ്ഥയിലുള്ള വ്യതിയാനത്തിൻ്റെ ഭാഗമായി കൃഷി വേണ്ട വിധത്തിൽ നടത്തുന്നതിനും അത് സംരക്ഷിക്കുന്നതിനും നമുക്ക് കഴിയുന്നില്ല. കൃഷി സമയത്ത് നടത്തിയാൽ തന്നെ ആ വിളവ് കൊയ്തെടുക്കുന്നതിന് മുന്നായി നല്ല രീതിയിലുള്ള മഴ, അതിശക്തമായ മഴ ലഭിക്കുകയും. ചടങ്ങിൽ ചെയർപേഴ്സൺ വൃക്ഷത്തൈ വിതരണവും നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ വി കെ അനുരാജ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ ആർ രജനി പദ്ധതി വിശദീകരണം നടത്തി. ജനപ്രതിനിധികളായ സിന്ധു, സൗമ്യ, കെ കൃഷ്ണകുമാർ, വി കെ ശ്രീകൃഷ്ണൻ, കൃഷി അസിസ്റ്റന്റ് എസ് വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ കൗൺസിലർമാർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, പാടശേഖര സമിതി അംഗങ്ങൾ, CDS, കുടുംബശ്രീ അംഗങ്ങൾ, കർഷകർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. വേൾഡ് എഞ്ചിനീയറിംഗ് ദിനത്തോടനുബന്ധിച്ച് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കുളപ്പുള്ളി യൂണിറ്റിന്റെയും HP ലൂബ്രിക്കേറ്റ്സും സംയുക്തമായി കുളപ്പുള്ളി പ്രദേശത്ത് വൃക്ഷത്തൈകൾ നട്ട് മെക്കാനിക്കൽ ഡേ ആചരിച്ചു. ജയരാജൻ, മാത്യൂസ്, അബ്ദുൽ ഖാദർ,
മേഖലാ ഭാരവാഹി കണ്ണൻ വാഴയിൽ HP ലൂബ്രിക്കേറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒറ്റപ്പാലം MLAയുടെ പ്രത്യേക വികസന നിധിയിൽ ഉൾപ്പെടുത്തി 97 ലക്ഷം ചെലവഴിച്ച് മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് അനുവദിച്ച കമ്പ്യൂട്ടറുകൾ വിതരണം ചെയ്തു. K. പ്രേംകുമാർ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TP രാമകൃഷ്ണൻ, BDO KP മോഹൻദാസ്, SDO PP ശിവകുമാർ, പാലപ്പുറം AGBS പ്രധാനാധ്യാപകൻ TK ഗോവിന്ദൻകുട്ടി എന്നിവർ സംസാരിച്ചു. മങ്കര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC+2 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചടങ്ങിൽ മങ്കര പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടി വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണവും നടന്നു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഏകദേശം ഒരു 9 മണി വരെ ട്യൂഷൻ ക്ലാസ്സിൽ അല്ലെങ്കിൽ 8 മണി തൊട്ട് 9 മണി വരെ ട്യൂഷൻ ക്ലാസ്സിലെ ട്യൂഷൻ ടീച്ചറിനൊപ്പം ഒപ്പം തന്നെ അധ്യാപകരോടൊപ്പം 4 മണി വരെ. അതിനുശേഷമാണ് അവർ വീട്ടിലേക്ക് എത്തുക. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ ഫോൺ ഉപയോഗിക്കുക എന്നുള്ളൊരു പരിപാടിയിലേക്കാണ് പോവുകയല്ലേ. അപ്പോൾ ഫോൺ ഉപയോഗമൊക്കെ നല്ലതാണ്. നമ്മുടെ ഫോൺ ഇന്റർനെറ്റ് നല്ല പ്രോപ്പറായി ഉപയോഗിച്ചാൽ അത് നല്ല കാര്യങ്ങൾക്കുണ്ട്, ചീത്ത കാര്യങ്ങൾക്കുണ്ട്. ഫോൺ ഉപയോഗം എങ്ങനെയാണ് നമ്മുടെ ഇടയിൽ വന്നത്? കോവിഡ് സമയത്താണ് അല്ലേ. ബാങ്ക് പ്രസിഡന്റ് CB ഉദയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് ഉപഹാരങ്ങൾ കൈമാറി. വിവിധ മേഖലയിൽ ഉന്നതങ്ങളിലെത്തിയവരെയും വടംവലിയിൽ 1ാം സ്ഥാനം നേടിയ കീർത്തനയെയും ആദരിച്ചു. മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് KA വിനീത, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ S ജിൻസി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുകുന്ദനുണ്ണി, മങ്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR ഷാജീവ്, CM അബ്ദുൾ റഹ്മാൻ, KS സന്തോഷ് കുമാർ, TS അബ്ദുൽ ലത്തീഫ്, KV രാജൻ, MA മോഹൻദാസ്, VC ആദം, കനകലത, സുബൈദ, K രാധാകൃഷ്ണൻ, ICDS സൂപ്പർവൈസർ ഷീബ, ശ്യാമള ടീച്ചർ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി KB സുധീർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സബീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലത്ത് നടന്ന KPS മേനോൻ സ്മാരക സംസ്ഥാന ഷട്ടിൽ ബാഡ്മിന്റൺ റാങ്കിംഗ് ടൂർണമെന്റ് സമാപിച്ചു. സമാപന സമ്മേളനം K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ടൂർണമെന്റിൽ 304 മത്സരങ്ങൾ അരങ്ങേറി. ഒറ്റപ്പാലം CSN ട്രസ്റ്റിന് കീഴിലുള്ള KPS മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു സ്റ്റേറ്റ് റാങ്കിംഗ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്നത്. ടൂർണമെന്റ് സമാപിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ബാഡ്മിന്റൺ താരങ്ങൾ പങ്കെടുത്ത ടൂർണമെന്റിൽ 304 മത്സരങ്ങൾ അരങ്ങേറി. സീനിയർ വിഭാഗത്തിൽ 177 മത്സരങ്ങളും ജൂനിയർ അണ്ടർ 18 വിഭാഗത്തിൽ 127 മത്സരങ്ങളും നടന്നു. സമാപന സമ്മേളനം K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. KBSA പ്രസിഡന്റ് EP ചിത്രേഷ് നായർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ S. സുജിത, AC ആശാനാഥ്, TT എബ്രഹാം, ബിജോയ്, മാത്യു ജോൺ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മലയാള ചലച്ചിത്ര രംഗത്തെ പ്രശസ്തനായ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ 85ാം ജന്മദിനത്തോടനുബന്ധിച്ച് കോങ്ങാട് മൗണ്ട് സീന സെൻട്രൽ സ്കൂളിൽ വൃക്ഷത്തൈ നട്ടു. പ്രിൻസിപ്പൽ രമ്യ മനോജ് ഉദ്ഘാടനം ചെയ്തു. അവരുടെ 85ാം ജന്മദിനാഘോഷത്തിൽ നല്ലൊരു പരിപാടി സംഘടിപ്പിച്ചതുകൊണ്ട് ഏവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന് ഒരുപാട് ആയുസ്സും ആരോഗ്യവും ഇനിയും ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ. ആരോഗ്യം നേർന്നുകൊണ്ട് മാനേജർ മുസ്തഫ, പരിസ്ഥിതി പ്രവർത്തകരായ അപ്പുക്കുട്ടൻ കല്ലൂർ, ഷംസുദ്ദീൻ മാങ്കുറിശി, വിജയൻ കല്ലൂർ, KK റഹ്മാൻ കല്ലൂർ, അധ്യാപകരായ രമ്യ സന്തോഷ്, സീന, പ്രജിത എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായുള്ള വാഹന പരിശോധനയ്ക്കിടെ വനിതാ SI ഉൾപ്പെടെയുള്ളവർക്ക് നേരെ മദ്യപ സംഘത്തിന്റെ ആക്രമണം. 2 SIമാർ ഉൾപ്പെടെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഇവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ആക്രമണം നടത്തിയ സൈനികനടക്കമുള്ള 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഴ ശക്തമായതോടെ തൃശൂർ KSRTC സ്റ്റാൻഡ് ചളിക്കുളമായി. കാലുകുത്താൻ പോലും കഴിയാത്ത അവസ്ഥയിൽ യാത്രക്കാർ ദുരിതത്തിൽ. ബസ് കയറണമെങ്കിൽ ചളിവെള്ളത്തിൽ ചവിട്ടുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് യാത്രക്കാർ. ശക്തമായ മഴയിലും കാറ്റിലും കോട്ടായിയിൽ മരം വീണ് വീട് തകർന്നു. വാണിയംകുളം ത്രാങ്ങാലിയിൽ മുല്ലയ്ക്കൽ കറുപ്പന്റെ കുടുംബത്തെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കറുപ്പന്റെ വീടിന്റെ അപേക്ഷ നഷ്ടപ്പെട്ടെന്ന കോൺഗ്രസ് BJPയുടെയും പ്രചരണങ്ങൾ കള്ളമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശ്രീജ. കറുപ്പൻ ലൈഫ് പദ്ധതിയിൽ എഗ്രിമെന്റ് വച്ചതായും K. ശ്രീജ. അറ്റകുറ്റപ്പണികൾക്കായി ഇലക്ട്രിക് പോസ്റ്റിൽ കയറിയ KSEB കരാർ ജീവനക്കാരൻ തലകറക്കം മൂലം പോസ്റ്റിൽ കുടുങ്ങി.
തൃശൂർ ഫയർഫോഴ്സ് ജീവനക്കാരനെ സുരക്ഷിതമായി താഴെയിറക്കി. ബസ് ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടലിൽ ഒരു ജീവൻ തിരിച്ചുപിടിച്ചു. അർഹതപ്പെടാത്ത ആളുടെ കയ്യിൽ നഗരസഭാ ഭരണസമിതി അറിഞ്ഞുകൊണ്ട് പെൻഷൻ തുക വർഷങ്ങളായി നൽകുന്നുവെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. ഈ വ്യക്തിയുടെ പേരിൽ കേസ് കൊടുക്കണമെന്നും ഇതുവരെ നൽകിയ തുക പലിശ സഹിതം തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ നഗരസഭ സ്വീകരിക്കണമെന്നും P. വേണുഗോപാൽ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി ഓഫീസ് സമുച്ചയങ്ങളുമുള്ള പറളി ചന്തപുരയിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തതിനാൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നതായും റോഡ് മുറിച്ചു കടക്കാൻ കഴിയാതെ വിദ്യാർത്ഥികളും മുതിർന്നവരും പാടുപെടുന്നതായും പ്രദേശവാസികൾ. പാലക്കാട്ട് പ്രവർത്തിക്കുന്ന ആശുപത്രി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന വിഷയത്തിൽ ഇടപെട്ട് പുതുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കൾ ഇമേജ് ആശുപത്രി മാലിന്യ സംസ്കരണ പ്ലാന്റിലെത്തി ചർച്ച നടത്തി കത്ത് നൽകി. വിഷയത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ജാഗ്രത പുലർത്തണമെന്നും ആവശ്യം. ഇമേജിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നൂതന സാങ്കേതിക വിദ്യയിൽ വികസിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.